HMV വൈറസ് പുതിയതല്ല, മാരകവുമല്ല. കോവിഡിന് മുന്നേ ഈ വൈറസ് ഉണ്ട്. ഇത് ചൈനയിൽ നിന്ന് വന്നതോ പുതിയ വൈറസോ അല്ല. അനാവശ്യ ഭീതി പരത്തരുതെന്ന് IMAയുടെ കർശന നിർദ്ദേശം. HMV പുതിയ വൈറസോ ഇത് മറ്റൊരു മഹാമാരിയോ അല്ലെന്നും ആശങ്കപ്പെടേണ്ട യാതൊരു സാഹചര്യമില്ലെന്നും IMA കൊച്ചി അറിയിക്കുന്നു. പ്രസിഡന്റ് ഡോക്ടർ ജേക്കബ് എബ്രഹാം, IMA കൊച്ചി സയന്റിഫിക് കമ്മിറ്റി ചെയർമാനും മുഖ്യ വക്താവുമായ ഡോക്ടർ രാജീവ് ജയദേവൻ, ഡോക്ടർ MA ജുനൈദ് റഹ്മാൻ, IMP മുൻ ദേശീയ പ്രസിഡന്റ് ഡോക്ടർ സച്ചിദാനന്ദ കമ്മത്ത്, IMP മുൻ സംസ്ഥാന പ്രസിഡന്റ് ഡോക്ടർ M നാരായണൻ എന്നിവർ വാർത്താ സമ്മേളനത്തിലാണ് ഇക്കാര്യം അറിയിച്ചിരിക്കുന്നത്. HMPV വൈറസ് COVID-19 സമാനമാണെന്ന രീതിയിലുള്ള പ്രചരണം അനാവശ്യമാണ്. കോവിഡിന് മുന്നേ ഈ വൈറസ് ഉണ്ട്. ഇത് ചൈനയിൽ നിന്ന് വന്നതോ പുതിയ വൈറസോ അല്ല. ഇത്തരത്തിൽ അനാവശ്യമായി ഭീതി പരത്തുന്നത് അവസാനിപ്പിക്കണം. ജലദോഷം പരത്തുന്ന വൈറസുകളുടെ സ്ഥിരം പട്ടികയിൽ വരുന്നതാണ് HMPV. ഇതിനെ പുതിയ വൈറസ് രോഗമായ കോവിഡുമായി താരതമ്യം ചെയ്യുന്നത് ശരിയല്ല. കഴിഞ്ഞ വർഷങ്ങളിലും ഇന്ത്യയിൽ പലയിടത്തായി HMP വൈറസ് ബാധിച്ചു. ഇൻഫ്ലുവൻസ, H1N1 അടക്കമുള്ള വൈറസുകളെ പരിശോധനയിൽ കണ്ടെത്തുന്നതിനൊപ്പം HMPV വൈറസും കണ്ടെത്തിയിട്ടുണ്ട്. പുതിയതായി കണ്ടെത്തിയത് എന്ന് പറയുന്നതിൽ യാതൊരു അടിസ്ഥാനവുമില്ല. ജലദോഷം ബാധിച്ച എല്ലാവർക്കും ഇത്തരം ചിലവേറിയ പരിശോധനകളുടെ ആവശ്യവുമില്ല. ആസ്മ, ശ്വാസകോശ രോഗങ്ങൾ ഉള്ളവർക്ക് മാത്രമായിരിക്കും HMPV വൈറസ് അല്പം ബുദ്ധിമുട്ടുകൾ സൃഷ്ടിക്കുകയും ചിലപ്പോൾ ആശുപത്രിവാസം വേണ്ടിവരികയും ചെയ്യുക. HMPV വൈറസിനെതിരെ നിലവിൽ പ്രത്യേക ആന്റിവൈറൽ മരുന്നുകളോ വാക്സിനുകളോ നിർദ്ദേശിക്കപ്പെട്ടിട്ടില്ല. അത്രയും ഗുരുതരമല്ലാത്തതിനാലാണ് വാക്സിനിലേക്കൊന്നും പോകാത്തതും. ശൈത്യകാലത്താണ് HMPV വൈറസ് ബാധ വർദ്ധിക്കുക. ചൈനയിൽ ഇപ്പോൾ ശൈത്യകാലം. ജലദോഷം വന്നാൽ പോലും അവിടെയുള്ളവർ വലിയ ആശുപത്രികളിലാണ് ചികിത്സ തേടുന്നത്. ഒപ്പം നിസ്സാര പ്രശ്നങ്ങൾക്ക് പോലും IV ഡ്രിപ്പ് ഇടുന്നതും ശീലമാണ്. അതിനാൽ ശൈത്യകാലത്ത് വടക്കൻ ചൈനയിൽ ആശുപത്രികളിൽ വലിയ തിരക്കുണ്ട്. ഇതിൻ്റെ എല്ലാ ദൃശ്യങ്ങളാണ് സമൂഹ മാധ്യമങ്ങളിൽ വലിയ തോതിൽ വീണ്ടും മഹാമാരി വരുന്നുവെന്ന തലക്കെട്ടോടുകൂടെ അനാവശ്യ ഭീതി പരത്തി പ്രചരിപ്പിക്കുന്നതെന്നും ഇത് കണ്ട് ആരും ഭയചകിതരാകേണ്ടതില്ലെന്നും ഡോക്ടർമാർ അറിയിച്ചു. IMA കൊച്ചി മുൻ പ്രസിഡന്റ് ഡോക്ടർ MA ഹനീഷ്, IMA കൊച്ചി സെക്രട്ടറി ഡോക്ടർ സച്ചിൻ സുരേഷ്, ട്രഷറർ ഡോക്ടർ ബെൻസിർ ഹുസൈൻ എന്നിവരും വാർത്താ സമ്മേളനത്തിൽ പങ്കെടുത്തിരുന്നു.